പരിശുദ്ധ അമ്മ ഗബ്രിയേൽ ദൂതനോട് തിരിച്ചുള്ള ചോദ്യം ചോദിക്കുകയാണ്. അതാണ് ഇന്നത്തെ വചനഭാഗം. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്നുള്ളത്. മറിച്ചുള്ള ചോദ്യം, ഒരു മറു ചോദ്യം നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ മറു ചോദ്യം ചോദിക്കാൻ നമുക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ബന്ധങ്ങളിൽ ചിലപ്പോഴൊക്കെ നമ്മളോട് മറിച്ചൊരു ചോദ്യം, നമ്മൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ അല്ലല്ലോ എന്നും പറഞ്ഞ് നമ്മളോട് ആരെങ്കിലും ഒക്കെ മറിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അവരോട് വഴക്കിടാൻ പോകരുത്. മറിച്ചുള്ള ചോദ്യങ്ങൾ ബന്ധങ്ങളിൽ ആവശ്യമാണ്. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. മറിച്ചുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പറയും, എടാ ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ ചിലപ്പോൾ അയാൾക്ക് ചോദിക്കാൻ തോന്നും, അങ്ങനെയല്ലോ, ഇങ്ങനെ ഒരു കാര്യം അതിനകത്തുണ്ടല്ല, അതെന്താ അങ്ങനെ ചെയ്യാൻ കാരണം? അയാളുടെ സംശയം നമ്മൾ മറിച്ചുള്ള ചോദ്യത്തെ അത് ബന്ധങ്ങളിലുള്ള വിള്ളലായിട്ടല്ല കണക്കാക്കണ്ടേ. ആ മറിച്ചുള്ള ചോദ്യത്തെ നമ്മൾ സ്വാഗതം ചെയ്യണം. അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ ബന്ധങ്ങളിൽ മുമ്പോട്ട് പോകാൻ അത് ആവശ്യമാണ്. ഈ മറിച്ച് ചോദ്യം നമുക്ക് ചോദിക്കാൻ അവസരങ്ങൾ കിട്ടും. അപ്പൊ ചിലപ്പോൾ പറ്റണ പാളിച്ചെന്നറിയാവാ, നമ്മളത് ഭയങ്കര ദേഷ്യപ്പെടലായിട്ട് നമ്മൾ ചിലപ്പോൾ മാറ്റും, നമ്മൾ വഴക്കിടലായിട്ട് മാറ്റും, കുത്തിപ്പറച്ചിലായിട്ട് മാറും. അവിടെ പ്രശ്നമാണ് ഈ മറിച്ചുള്ള ചോദ്യങ്ങൾ. അപ്പം മറിച്ചുള്ള ചോദ്യങ്ങളിൽ ഒരു മാന്യത പുലർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും. മറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പം അവരെ മനസ്സിലാക്കി ചോദിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അപ്പോഴേ നമ്മുടെ ബന്ധങ്ങൾ വളരുള്ളൂ. അപ്പൊ മറിച്ച് ചോദിക്കുന്നത്, ഒരു മറു ചോദ്യങ്ങൾ ഉണ്ടാവണത് ബന്ധങ്ങൾക്ക് വിള്ളലല്ല. ആ ചോദ്യം നന്നായിട്ട് ചോദിക്കണം. ആ ചോദ്യം ചോദിക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനും നമുക്ക് പറ്റണം. ബന്ധങ്ങൾ അങ്ങനെ കൂടുതൽ നന്നായിട്ട് വളരുകയും ചെയ്യും. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.